ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. ആദ്യം തന്നെ ഞാൻ അരി വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുറ്റത്തേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ അതേ നമ്മുടെ മുറ്റത്തെ ചാമ്പയിൽ ഒത്തിരി ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു സെക്ഷൻ ചാമ്പങ്ങ ഉണ്ടായി കഴിഞ്ഞതാണേ. എന്നിട്ടത്തെ ഇപ്പോൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പൂവിൻ്റെ അടുത്തേക്കൊക്കെ കേട്ടോ ഞാൻ പോയത്. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ നമ്മുടെ പൂച്ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽപ്പുണ്ടേ. പിന്നെ റംബൂട്ടാനും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ തൊട്ട് മുറ്റത്ത് തന്നെയാണ് നിൽക്കുന്നത്. നേരത്തെ നമ്മുടെ അടുത്ത് റംബൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ മറ്റുള്ള വീട്ടിലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു ഈ റംബൂട്ടാൻ കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തിയത് കൊണ്ട് ഇപ്പോൾ വേണ്ട കേട്ടോ, കഴിച്ച് മടുത്തു. എന്നാലും ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. റംബൂട്ടാനൊക്കെ വലുതാകുന്നതേ ഉള്ളേ, കുറച്ചൊക്കെ പൊഴിഞ്ഞും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ പൂക്കളുടെ അടുത്തേക്കൊക്കെ പോയേ. എല്ലാ പൂക്കളും ഉഷാറായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ മനസ്സിന് പ്രത്യേക ഒരു സന്തോഷമാണല്ലേ. നേരത്തെ നമ്മുടെ വീട്ടിൽ ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട് വയ്ക്കുന്ന സമയത്തൊക്കെ ഒരു ചെടി പോലും ഇല്ലായിരുന്നേ. പിന്നെ നമ്മളെല്ലാം നട്ട് വളർത്തിയതാട്ടോ. 3-4 ടൈപ്പ് ബൊഗെയിൻവില്ല ഉണ്ട്. ഇതൊരു റോസ് കളറുള്ള ബൊഗെയിൻവില്ല കേട്ടോ. പിന്നെ ഇതൊരു പർപ്പിൾ കളറുള്ളതാണേ. ഇത് വള്ളി പോലെ പടർന്ന് കയറുന്ന ബൊഗെയിൻവില്ല കേട്ടോ. ഇതൊരു റോസും പിങ്കും കൂടി ചേർന്നതാണേ. കുറ്റിയായിട്ടുണ്ടാകുന്നത് കേട്ടോ. പൂക്കൾ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത്, ഒത്തിരി ഇലച്ചെടികളും ഉണ്ട്. ഇലച്ചെടികളൊക്കെ ഒരു ദിവസം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാവേ, അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല കട്ട ബൊഗെയിൻവില്ലയാണേ. പിന്നെ ഇത് നമ്മുടെ ചെമ്പരത്തി, അതെല്ലാ വീട്ടിലും ഉള്ളതാണല്ലോ അല്ലേ. മഴയായതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പടർന്ന് പന്തലിച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അമ്മ മിറ്റം അടിക്കുന്നുണ്ടേ. നമ്മുടെ ചാമ്പയുടെ ഇപ്പുറത്ത് നിന്ന് പേര വെട്ടിക്കളഞ്ഞു കേട്ടോ. അതിൽ പേരയ്ക്ക് മൊത്തം ചെറുതും കേടായി പോകുമായിരുന്നു കേട്ടോ. അതുകൊണ്ടെല്ലാം വെട്ടിയേ. എൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മുടെ ചാമ്പ നിൽക്കുന്നത്. പിന്നെ ഞാൻ വീടിൻ്റെ അകത്ത് കയറി ചോറ് വെന്തോന്നൊക്കെ നോക്കിയിട്ടോ. പിന്നെ നാളത്തേക്കുള്ള അരിയെല്ലാം അരച്ച് വെക്കുവാണേ. നാളെ അപ്പോൾ കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. പിന്നെ അരിയെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ. അങ്ങനെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ ഇടാനുള്ള തേങ്ങ നമുക്ക് ചിരണ്ടി എടുക്കാവേ. അങ്ങനെ തേങ്ങയും ഒരു ഇച്ചിരി ചോറും പിന്നെ ജീരകവും ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായ കപ്പളങ്ങ കുറച്ച് കഴിച്ചു കേട്ടോ. മധുരമുള്ള കപ്പളങ്ങയാണ്. ലേഡീന്ന് കേട്ടോ ഈ കപ്പളങ്ങയുടെ പേര്. പിന്നെ നമ്മുടെ കാശി വീടിൻ്റെ വെളിയിൽ വന്ന് നിൽപ്പണ്ടേ. വൈകുന്നേരം ആകുമ്പോഴാണല്ലോ നമുക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലല്ലേ. അവനിവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം കാശി ഇങ്ങനെ കളിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് പോയിട്ടൊരു ഈ ബാറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കും കേട്ടോ. പപ്പടം പോലെ പൊങ്ങി വരില്ലേ, അത് കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നെ ഇതിൻ്റെ ചെമ്മീൻ വറുക്കുന്നുണ്ട്. ഒരു തട്ടിക്കൂട്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനാട്ടോ. ഉണക്കക്കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും സന്ധ്യയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം പോയി കുളിച്ച് വിളക്കൊക്കെ വെച്ചേ. പിന്നെ രാത്രിയിലത്തേക്കുള്ള ചോറിനുള്ള കൂർക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂർക്ക മെഴുക്കുവരട്ടി വെക്കാനാണേ. ഇവിടെ എല്ലാവർക്കും അതാട്ടോ ഇഷ്ടം. അപ്പോൾ ചെമ്മീനിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് മുളകും കുറച്ച് ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉണക്കക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വേകുന്ന കപ്പയായിരുന്നു കേട്ടോ. ഈ വർഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഉണക്കക്കപ്പ കഴിക്കുന്നത്. അപ്പോൾ കപ്പയൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. തട്ടിക്കൂട്ട് ചമ്മന്തി ആയിരുന്നെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.